സോ നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ടൈപ്പിസ്റ്റിന്റെ ഫുൾ ബാച്ച് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല. അവർക്കറിയാം അവർക്ക് ആ ഒരു ഫുൾ കോഴ്സ് എടുക്കുമ്പോൾ ടൈപ്പിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ ആ ഒരു സിലബസുമായിട്ട് ചേർന്ന് പോകുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, റിപ്പോർട്ടർ അങ്ങനെയുള്ള എക്സാമുകൾ, അതിപ്പോൾ 10th ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഈ ഒരു സിലബസ് പ്രകാരമുള്ള എല്ലാ കോഴ്സുകളും നമുക്ക് ആ ഒരു കോഴ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെ, ഫുൾ ബാച്ചിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ പുതിയ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാനും, അതുപോലെ നമ്മളിപ്പോ ഈ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ഒരു എക്സാം 667/2023 അല്ലെ, ജൂനിയർ ഇൻസ്ട്രക്ടർ SSA സെക്രട്ടേറിയൽ അസിസ്റ്റന്റിന്റെ കോഴ്സ് മാത്രം എടുത്തിട്ടുള്ള കുട്ടികൾക്കും ഇനി പുതിയ ഒരുപാട് എക്സാമ്പിൾ നമുക്ക് വരുന്നുണ്ട്. ആ ഒരു പുതിയ കോഴ്സുകളിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് തുടങ്ങാം. നമുക്ക് ടൈപ്പിസ്റ്റ് പുതിയൊരു ബാച്ച് നമുക്കൊരു ലൈവായിട്ട് നമുക്കിപ്പോ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടൈപ്പിസ്റ്റിന്റെ ആ ഒരു ബാച്ച് നടക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അതിന്റെ ആ ഒരു ഫുൾ കോഴ്സ് എടുത്ത കുട്ടികൾ നമ്മുടെ ബാച്ചിലുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് ബാച്ച് നമ്മൾ ഡിസംബറിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫുൾ കോഴ്സിന്റെ കോഴ്സ് ഫീ വരുന്നത് 2199 രൂപയാണ്. ഫുൾ കോഴ്സ് ആണ്. അതിൽ ടൈപ്പിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, റിപ്പോർട്ടർ അങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. 10th, +2, ഡിഗ്രി ആ ഒരു ബേസിൽ വരുന്ന ഈ പറഞ്ഞ കോഴ്സുകൾ, നമ്മുടെ ഈ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോഴ്സുകളും ആ ഒരു ഫുൾ കോഴ്സ് എടുക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആണ്. നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കാം, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്, PDF നോട്ട് ഉണ്ട്, എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ആ ഒരു ഫുൾ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 2199 രൂപയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഓഫർ ഉണ്ട്. അതായത് ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് അത് 1999 രൂപയ്ക്ക് നമുക്കത് ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ഫുൾ ബാച്ചിന്റെ കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കെല്ലാം ഇനി വരുന്ന ഒരു വർഷത്തേക്കുള്ള എല്ലാ എക്സാമുകളും ആ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അതിലിപ്പോൾ ഈ പറയുന്ന ഷോർട്ട് ആൻഡ് സ്പീഡ് എക്സാമുകൾ, അതുപോലെ ഷോർട്ട് ആൻഡ് മലയാളം, ഇംഗ്ലീഷും നമുക്ക് കുറച്ച് എക്സാമുകളൊക്കെ വരുന്നുണ്ട് അല്ലെ. അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. നിങ്ങൾക്കറിയാം, കുറച്ചൊക്കെ മെസ്സേജുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ തന്നെ ഉടനടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡിസംബർ മുതൽ തുടങ്ങാണ് എക്സാമുകളൊക്കെ. അപ്പൊ അതിന്റെയും ആ ഒരു ഷോർട്ട് ആൻഡ് തിയറി ആയിക്കോട്ടെ, സ്പീഡ് ആയിക്കോട്ടെ, എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതാണ് ഒരു ഒന്നാമത്തെ കാര്യം നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കിപ്പോ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. നമുക്ക് അതൊക്കെ ഡൗട്ടൊക്കെ നമ്മളിവിടെ ക്ലിയർ ചെയ്ത് പോകും. ഇപ്പൊ നമുക്ക് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫി എന്നാണ് ആ ഒരു പേര്. ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫി 376/2024 ആണ് നമ്മുടെ കാറ്റഗറി നമ്പർ വരുന്നത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 4 ആണ്. നമുക്കിപ്പോ ആക്റ്റീവ് ആണ് ആ നോട്ടിഫിക്കേഷൻ. അപ്പൊ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ, അവിടെയൊക്കെ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അതിന്റെ കീഴിൽ വരുന്ന ഒരു ട്രെയിനിങ് സെന്ററുകളാണ്. എല്ലാ ജില്ലയിലും ഇല്ല. ഇത് നമുക്ക് എറണാകുളം, അങ്ങനെ തിരുവനന്തപുരം, അങ്ങനെയുള്ള കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഈ ഒരു ട്രെയിനിങ് സെന്റർ ഉള്ളത്. അവിടെയാണ് നമുക്ക് ഈ ഒരു വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ആയിട്ടുള്ളത് കേട്ടോ. ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫി അവിടെ പഠിപ്പിക്കുന്നത് ഷോർട്ട് ഹാൻഡ് മലയാളം, ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റർ. അപ്പൊ ഏതെങ്കിലും ഒരു ഡിഗ്രിയും അതുപോലെ തന്നെ KGT ഇപ്പൊ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ക്ലാസ്സുകളും നമ്മുടെ ഈ ഒരു ഫുൾ ബാച്ചിൽ ഉണ്ട്. ഓക്കെ, അതായത് ടൈപ്പിസ്റ്റിന്റെ ആ ഒരു ബാച്ചിലുണ്ട്. അതല്ലാതെ ഈ ഇൻസ്ട്രക്ടറുടെ സെപ്പറേറ്റ് കോഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇൻസ്ട്രക്ടർക്ക് വേണ്ടി മാത്രം നമ്മൾ ഒരു സെപ്പറേറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതില് നമുക്ക് ഈ പറയുന്ന ഈ ഷോർട്ട് ഹാൻഡ് മലയാളം, ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ്, ടൈപ്പ് റൈറ്റർ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇതില് നമുക്കിപ്പോ വരുന്നത് ഷോർട്ട് ഹാൻഡ് മലയാളം എന്ന് പറഞ്ഞൊരു, ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷും മലയാളം തിയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. കാരണം ഇത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് വരുന്ന എക്സാം ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇൻസ്ട്രക്ടർ പോസ്റ്റുകളിലേക്ക് വരുന്ന ഒരു എക്സാമിന്റെ ആ ഒരു പാറ്റേൺ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ
നമുക്കിതിൽ ഷോർട്ട് ആൻഡ് മലയാളവും ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷും ഉൾപ്പെടുന്നതായിരിക്കും. ഓക്കെ, സിലബസ് അതാണ് പറയുന്നത്. ഏപ്രിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസത്തെ ഗ്യാപ്പ് അത്രേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ എന്തായാലും എക്സാം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ PSC നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സിലബസ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാനിപ്പോ സിലബസിന്റെ കാര്യം എടുത്ത് പറഞ്ഞത്. നമുക്ക് മലയാളം ഷോർട്ട് ഹാൻഡ് ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ക്വാളിഫിക്കേഷനിൽ മലയാളം ഷോർട്ട് ഹാൻഡ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മലയാളം ഷോർട്ട് ഹാൻഡും പ്രതീക്ഷിക്കാം തിയറിയിൽ. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു എക്സാം, ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം, 2 തരത്തിൽ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറിയൽ അസിസ്റ്റന്റിലേക്കും പിന്നെ ഒരു സെക്രട്ടറിയൽ പ്രാക്ടീസ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റിലേക്കും എക്സാം നടന്നിട്ടുണ്ടായിരുന്നു, ജൂനിയർ ഇൻസ്ട്രക്ടർ. ഇത് രണ്ടിലേക്കും നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ അതിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ഒരുപാട് നാൾ കഴിഞ്ഞ് വരുന്ന ഒരു എക്സാം ആണ് ഈ ഒരു പോസ്റ്റ്. അതുകൊണ്ട് അതിൽ നമ്മൾ പഠിപ്പിക്കേണ്ട സബ്ജക്ട് ഷോർട്ട് ആൻഡ് മലയാളം ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷും ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഷോർട്ട് ആൻഡ് മലയാളം ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാര്യം. ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു കോഴ്സ് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് 999 രൂപയാണ് കേട്ടോ ആ ഒരു കോഴ്സ് ഫീ വരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ ഒരു ഇതിൽ കാണുന്ന നമ്പറിൽ ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്പർ നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ ടൈപ്പിസ്റ്റിന്റെ ഫുൾ ബാച്ച് എടുക്കുന്നവർക്ക് ഇതുപോലെ ഉള്ള ഈ ക്ലാസ്സുകളെല്ലാം അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണെന്നാണ് രണ്ടാമത് പറഞ്ഞ കാര്യം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, നമുക്ക് കുറച്ച് സ്പീഡ് എക്സാമുകൾ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു കുറച്ച് പേർക്കൊക്കെ ഓൾറെഡി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഡിപ്ലോമ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് പാസ്സായവർക്ക് ഷോർട്ട് ആൻഡ് മലയാളം ഹയർ ഉണ്ടോ, അതേപോലെ മലയാളം ടൈപ്പിംഗ് ഹയർ ക്വാളിഫിക്കേഷൻ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നോക്കേണ്ടി വരും നിങ്ങൾക്ക് എത്ര വേർഡ് പെർ മിനിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളതെന്ന്. 120 വേർഡ് പെർ മിനിറ്റ് ആണ് നമ്മുടെ ഹയർ ക്വാളിഫിക്കേഷൻ. സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആയിട്ട് നോക്കാം, അതിലുണ്ടാവും ഹയർ എന്നുള്ളതുണ്ടോ എന്നുള്ളത്. ഇപ്പൊ DCP പഠിച്ചവർക്ക്, DCP ഉള്ളവർക്ക് കുഴപ്പമില്ല. അതുപോലെ തന്നെ ചില നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറയുന്നുണ്ട് ഹയർ എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്റിംഗിലും ഷോർട്ട് ഹാൻഡിലും ചിലപ്പോൾ അത് ഇല്ലാത്തവർക്ക് ആ ഒരു പ്രൊബേഷൻ പീരീഡിൽ അത് പൂർത്തിയാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണിക്കുന്നുണ്ട്. അതും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അത് അപ്ലൈ ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഡിഗ്രി, എനി യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്നാണ് അവർ പറയുന്നത്. അതായത് ചില ഇൻസ്ട്രക്ടർ പോസ്റ്റ്, ഇപ്പൊ കൊമേഴ്ഷ്യൽ ഇൻസ്ട്രക്ടർ എന്നൊക്കെ പറയുമ്പോൾ അതിന് BCom തന്നെ ചോദിക്കാറുണ്ട്, പക്ഷെ ഡിഗ്രി എന്നാണ് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്കും അതുപോലെ അതിൽ പറയുന്ന ക്വാളിഫിക്കേഷൻ, ഇപ്പൊ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടോ, എ ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, എ ഡിഗ്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. BCom നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ KGTE, ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ഹയർ, ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ആണ്, മലയാളം ലോവർ ആണ് നമ്മൾ പഠിക്കുന്നത്, അതുണ്ടായിരിക്കാം, മലയാളം ലോവർ ഉണ്ടായിരിക്കാം. ആൻഡ് ഷോർട്ട് ഹാൻഡ് മലയാളം ലോവർ ആണ്, അപ്പൊ അത് കുഴപ്പമില്ല. ഇനി ഓക്കെ, ഇത്രയുമാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. എനിക്ക് ഓഫീസ് സെക്രട്ടറിഷിപ്പിലും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. +2 അല്ലേ, അപ്പൊ അതിന്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ വേണ്ടി വരും. അത് ഈ ഒരു ക്വാളിഫിക്കേഷൻ ആണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉള്ളത് എന്നുള്ളത്. കാരണം കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറെ ഉള്ളത് കൊണ്ട് ഉണ്ട്. അപ്പൊ അത് അപ്ലൈ ചെയ്യാം കേട്ടോ. ആ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാം. ഡിഗ്രി വേണം, ഒപ്പം ഡിഗ്രി വേണം, പ്ലസ് ഡിഗ്രി വേണം, അതാണ് പറയുന്നത്. നമ്മൾ ഏത് ഡിഗ്രി ആയിക്കോട്ടെ, ഡിഗ്രിയുടെ കൂടെ ഈ താഴെ പറയുന്ന ഈ 4 ക്വാളിഫിക്കേഷൻ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ അത് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്ന് കൃത്യമായി വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മളിനി അടുത്ത് നമ്മൾ പറഞ്ഞത്, ഇപ്പൊ ഈ ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ കുറെ പേർക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ സ്പീഡ് എക്സാമുകൾ ഉടനെ തന്നെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതില് കലണ്ടറിൽ വന്നിട്ടുള്ളത് ഈ 500/2023 എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്പറുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിലേക്കാണ്. അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഡിസംബർ 24-ാം തീയതിയാണ് അതിന്റെ ഒരു സ്പീഡ് എക്സാം ഉള്ളത്. ഇംഗ്ലീഷ് ഹയർ ആണ്, 120 വേർഡ് പെർ മിനിറ്റ് ആണ്. BCom ആണ്, കുഴപ്പമില്ല. എനി ഡിഗ്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, A ഡിഗ്രി എന്നാണ്, അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ 500/2023 ഒരു സ്പീഡ് എക്സാം ഉണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, സ്റ്റെനോ ടൈപ്പിസ്റ്റ്. ഈ സ്റ്റെനോ ടൈപ്പിസ്റ്റിനും
നമുക്ക് ഷോർട്ട് ആൻഡ് സ്പീഡ് ആണ് ഉള്ളത്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ആൻഡ് സ്പീഡ് എക്സാം ആണ് ഉള്ളത്. അതുപോലെ തന്നെ വേറൊരു മെസ്സേജ് വന്നിട്ടുള്ളത് 638/2023 റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളം ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് ആണെന്ന് തോന്നുന്നു. അതിലേക്കുള്ളൊരു ഇപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അത് മലയാളം ഷോർട്ട് ആൻഡ് സ്പീഡ് ആണ് കേട്ടോ, മലയാളം ഷോർട്ട് ആൻഡ് സ്പീഡ് ആണ്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്പിസ്റ്റിന്റെ ഫുൾ കോഴ്സ് എടുക്കുന്നവർക്ക് ഈ സ്പീഡ് ക്ലാസ്സുകളും അതിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് സ്പീഡ് പ്രാക്ടീസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതായത് 10 മിനിറ്റ് സ്പീഡ് വായിച്ചിട്ട് നമ്മൾ അതുകൊണ്ട് 1 മണിക്കൂർ ഇത്ര മിനിറ്റിനുള്ളിലാണ് അത് ട്രാൻസ്ക്രൈബ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഓൾറെഡി തിയറി ക്ലാസ്സസ് കിട്ടിയ കുട്ടികൾക്ക് അറിയാം നമ്മുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നുള്ളത് അല്ലെ. അപ്പൊ തിയറി ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഷോർട്ട് ഹാൻഡിന്റെ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ഈ ഒരു തിയറി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് ഇനി സ്പീഡാണ് ആവശ്യമുള്ളത്. അതല്ല, ഇതിലേക്ക് മാത്രം ഇനി പുതിയതായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. ഈ ഷോർട്ട് ഹാൻഡ് തിയറി ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. മലയാളവും ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു 100+ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടായിരിക്കും സ്പീഡ് നടക്കുന്നത്, സ്പീഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിപ്പോ നമുക്കിപ്പോ ചോദിച്ചു വരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ വേർഡ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടാണ് നമ്മുടെ ഷോർട്ട് ആൻഡ് സ്പീഡ് നടത്തുന്നത്. അതായത് ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം കൊറോണയുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ ന്യൂ വേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതൊന്നും നമ്മൾ അതിന് മുമ്പ് ഷോർട്ട് ഹാൻഡ് പഠിച്ചപ്പോൾ ഒന്നും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്ന വേർഡ്സുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സ്പീഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വേർഡ്സുകളും എല്ലാം നിങ്ങൾക്ക് ഇതിൽ പഠിപ്പിച്ചു തരും. അതുപോലെ ആയിരിക്കും നിങ്ങളെ സ്പീഡ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു മൂന്നെണ്ണത്തിൽ ഒരെണ്ണം കൂടി നമുക്കൊരു സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം 24-ാം തീയതി എക്സാം വരുന്നുണ്ട് ഈ ഒരു ഡിസംബറിൽ. അപ്പൊ അതിന്റെ സ്പീഡ് എക്സാമുകളും നമ്മൾ നടത്തുന്നുണ്ട്. അതായത് മലയാളം ഷോർട്ട് ഹാൻഡ് സ്പീഡും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് സ്പീഡും 120 വേർഡ് പെർ മിനിറ്റ് ആണ് വരുന്നത്. അതായത് ഹയർ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. അപ്പൊ അതിന്റെ സ്പീഡിന്റെ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവര് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം എന്നുള്ളത് അറിയിക്കുക. അതുപോലെ തന്നെ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ നമ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ വിളിച്ച് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇപ്പൊ ഓൾറെഡി ക്ലാസ്സിൽ ഇരുന്നവർക്ക് അറിയാൻ പറ്റും. അതല്ലാത്തവർക്ക് പറയാണ്, ടൈപ്പിസ്റ്റിന്റെ ഫുൾ ബാച്ച് എടുക്കുന്നവർക്ക് ഈ ക്ലാസ്സുകളെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ടൈപ്പിസ്റ്റ് ഫുൾ കോഴ്സ് എടുക്കുന്ന കുട്ടികൾക്ക് ഇനി ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ടൈപ്പിസ്റ്റുമായി റിലേറ്റഡ് ആയിട്ട്, അതായത് ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ, ഇതുപോലെയുള്ള എല്ലാ എക്സാമുകളുടെയും കോഴ്സുകൾ അതിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇനി വരുന്ന ഷോർട്ട് ആൻഡ് സ്പീഡ് എക്സാമുകളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇനി നമുക്ക് മലയാളം ലോവറാണ് കേട്ടോ. നോട്ടിഫിക്കേഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടാം. അതുപോലെ തന്നെ ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമുക്കിനി പുതിയ നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അതായത് പുതിയ നോട്ടിഫിക്കേഷൻ നമുക്കിപ്പോ എനിക്ക് തോന്നുന്നു ഡിസംബറിൽ ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ അങ്ങനെയുള്ള 2-3 എണ്ണം വരാനുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടില്ല. അതിന്റെ ക്ലാസ്സുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? CA വാരിയസ് നോട്ടിഫിക്കേഷൻ വരാറായോ? CA വാരിയസ് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ വാരിയസ് ഇപ്പോ വരാറായിട്ടില്ല. അടുത്ത വർഷം വരുന്നു വിചാരിക്കുന്നു. നമുക്കിപ്പോ CA വന്നിട്ട് അധികം നാളായിട്ടില്ലല്ലോ. ഇപ്പൊ അതിന്റെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലിസ്റ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. 277/2018 അല്ലെ, നമുക്ക് വരും. മലയാളം ലോവർ, മലയാളം ഇംഗ്ലീഷ് ഇപ്പോൾ ക്ലാസ് ആയതുള്ളൂ. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. നമുക്ക് പ്രൊഫഷണൽ കിട്ടിയിട്ടുണ്ടോ? ചിലപ്പോ നമുക്ക് 1 ഇയർ ആയിട്ടുള്ളൂ. യെസ്, അതന്നെ. നമുക്ക് ഈ ഒരു 2024 വരുന്ന എക്സാമുകള് ചിലപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ മെസ്സേജ് വന്നിട്ട് നമുക്ക് എന്തായാലും മെസ്സേജ് വരും. എക്സാമിന് മുമ്പ് നമുക്ക് മെസ്സേജുകളെല്ലാം വരും. ആ മെസ്സേജ് വന്നതിന് ശേഷം ഡിക്റ്റേഷൻ ടെസ്റ്റിന് ശേഷമായിരിക്കാം. പക്ഷെ സാധാരണഗതിയിൽ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് ഡിക്റ്റേഷൻ ടെസ്റ്റ് വിളിക്കാറുള്ളത്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. വേണ്ട, ലോങ് ടേം ബാച്ചിലുള്ളവർ ഇനി സ്പെഷ്യൽ കോഴ്സ് എടുക്കണ്ട. അത് നിങ്ങൾക്ക് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതാണ് ഞാൻ ആദ്യമേ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത്. ഓൾറെഡി ഫുൾ ബാച്ച് എടുത്തിട്ടുള്ളവർക്ക് നമുക്കിതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഈ ജൂനിയർ ഇൻസ്ട്രക്ടറും അതുപോലെ തന്നെ ഇനി വരുന്ന ഇൻസ്ട്രക്ടർ പോസ്റ്റുകളിലേക്കുള്ള എല്ലാ ക്ലാസ്സുകളും അതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. IS മലയാളം ടൈപ്പ് റൈറ്റിംഗ് ആണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് തിയറിയിലൊന്നും ചോദിക്കില്ല. തിയറിയിൽ നമുക്ക് ടൈപ്പ് റൈറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ടൈപ്പിസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അതിൽ ISM ഒന്നും അല്ല. ISM എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് റൈറ്റർ തന്നെയാണ്. വ്യത്യാസമുണ്ട്.
KGT ലോവർ ഹയർ എന്നുണ്ട്. മലയാളം ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ കഴിയും. KGT ലോവറും ഹയർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അതുപോലെയുള്ള എല്ലാ പോസ്റ്റുകളും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഉണ്ട്. ഡിക്റ്റേഷന്റെ സ്പീഡ് ക്ലാസ് ഉണ്ട്. ഡിക്റ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ലൈവായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് തരാണ് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ PDF എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടും. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ മിസ്റ്റേക്ക്. പല എക്സാമുകൾക്കും പല രീതിയിലാണ് നമ്മുടെ മാർക്ക് പോകുന്നത്. ഇപ്പൊ 4 മിസ്റ്റേക്കിന് 1 മാർക്ക്, 5 മിസ്റ്റേക്കിന് 1 മാർക്ക്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്പീഡ് എക്സാമുകളിലെ മാർക്ക് കട്ടായി പോകുന്നത്. അപ്പൊ നമ്മൾ നെഗറ്റീവ് പറയില്ലേ, അതുപോലെയാണ് സ്പീഡിന് മാർക്ക് പോകുന്നത്. ഓരോ വാക്കിനാണ്, ഓരോ വേർഡിന് മാർക്കുകൾ കുറഞ്ഞു പോവാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ പാസ്സായവർക്ക് യെസ്, നിങ്ങളുടെ പാസ്സായി നിങ്ങൾക്ക് ഈ നമ്മുടെ മാർക്ക് ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല. ഷോർട്ട് ഹാൻഡ് വേണം. ഷോർട്ട് ഹാൻഡ് KGT പാസ്സായിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ പാസ്സായിട്ടുണ്ടാവണം. എന്നാലാണ് സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ഈ സ്റ്റെനോഗ്രാഫർ ഇൻസ്ട്രക്ടർ തുടങ്ങിയ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് ഹാൻഡ് ഇല്ലാത്തവർക്ക് നമുക്ക് ഈ ഒരു KGT ടൈപ്പ് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ ടൈപ്പിസ്റ്റിന്റെ പോസ്റ്റുകൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഇപ്പൊ ക്ലർക്ക് ടൈപ്പിസ്റ്റ് വിളിക്കും എന്ന് പറയുന്നു ഡിസംബറിൽ. എന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ കമ്പനി ബോർഡിൽ സ്റ്റെനോഗ്രാഫർ, ടൈപ്പിസ്റ്റ്, അങ്ങനെയുള്ള ക്ലർക്ക് ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കമ്പനി ബോർഡിൽ ഇതൊക്കെ വിളിക്കുന്നു പറയുന്നുണ്ട്. കമ്പനി ബോർഡിലാണ് പറയുന്നത് കേട്ടോ, വാരിയസ് അല്ല. റിപ്പോർട്ടർ ഗ്രേഡ് 2 ഡിക്റ്റേഷൻ അല്ല. റിപ്പോർട്ടർ ഗ്രേഡ് 2ന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പൊ അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുള്ളത്. ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല, സ്പീഡിന്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ സൂപ്പറിൻറ്റൻഡന്റിന്റെ എക്സാമിന് എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ ആണ് നടത്താറ് അവര്. സ്പീഡ് എക്സാം അല്ല, അതിന് ഇന്റർവ്യൂ ആണ്. ഷോർട്ട് ഹാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്റർവ്യൂവിന് ചോദിക്കുന്നത് കേട്ടോ. നമുക്ക് ഫുൾ ടൈം ബാച്ച് എടുത്ത കുട്ടികൾക്കെല്ലാം ഇതുമായി ഡയറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം അവിടെ കിട്ടും. ഇപ്പൊ ഈ സൂപ്പറിൻറ്റന്റിന്റെയും എല്ലാം കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ അതിൽ സാധാരണ ഇന്റർവ്യൂ ആണ് പറയാറുള്ളത്. അതിൽ നമ്മുടെ ഷോർട്ട് ഹാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതെ, ഞാൻ DCP കഴിഞ്ഞതാണ്. ജൂനിയർ ഇല്ല, അത് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം അവിടെ പഠിപ്പിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം, അതുപോലെ തന്നെ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആണ് അവിടെ പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്ത് പുതിയ കാര്യങ്ങൾ അറിഞ്ഞാലും നിങ്ങളുമായി അത് ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ, 15th ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ട്. ഏതാ 15th ഏത് പോസ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് ഡിക്റ്റേഷൻ ഉള്ളത്? 15th ഏത് പോസ്റ്റാ 15th? കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്. മെസ്സേജ് വന്നോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ? ഷോർട്ട് ലിസ്റ്റ് വരും എന്തായാലും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് വരും, എന്നിട്ടേ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അത് ടൈപ്പിസ്റ്റ് കോഴ്സ് ഉള്ളവർക്ക് ഷോർട്ട് ഹാൻഡ് ക്ലാസ് കിട്ടും. നിങ്ങൾക്ക് പിന്നെ സ്പീഡ് മാത്രം കേട്ടാൽ മതി, ഷോർട്ട് ഹാൻഡ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ നമ്മളിനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. വാട്സപ്പിലോ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ ആദ്യത്തെ 100 പേർക്ക് 1999 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ബാച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഇൻസ്ട്രക്ടർ, നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിലേക്കുള്ള ഇൻസ്ട്രക്ടറുടെ പോസ്റ്റിന്റെ ആ ഒരു കോഴ്സ് മാത്രമാണെങ്കിൽ 999 രൂപയാണ്. മലയാളം ഷോർട്ട് ഹാൻഡ് നമ്മൾ പുതിയ ക്ലാസ്സുകളാണ് വരുന്നത്. മലയാളം ഷോർട്ട് ഹാൻഡ് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും ലഭിക്കും. തിയറി ആവശ്യമുള്ളവർക്ക് തിയറിയും അതുപോലെ തന്നെ സ്പീഡും, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പൊ റിപ്പോർട്ടറിന്റെ ആ ഒരു പോസ്റ്റിനാണ് നമുക്ക് മലയാളം ഷോർട്ട് ഹാൻഡ് ആവശ്യമായിട്ടുള്ളത്. സ്പീഡ് ആവശ്യമുണ്ട്. ഓക്കെ, അതിന് സ്പീഡ് വേണം. അതുപോലെ തന്നെ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിലേക്കുള്ള ഇൻസ്ട്രക്ടറുടെ പോസ്റ്റിന് മലയാളം തിയറിയും കൂടി ആവശ്യമുണ്ട്. അപ്പൊ രണ്ടും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ യെസ്. ഇപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഈ 378/2024 ഏത് പോസ്റ്റ് ആയിരുന്നു? 378